ചോറ്റാനിക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. റാഗിങ്ങിനെ തുടർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി അമ്മ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണം. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മെഹർ അഹമ്മദാണ് 2 ആഴ്ച മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത്. എന്നാൽ റാഗിംഗ് സംബന്ധിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടില്ലെന്നും വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നുമാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. മിഹിർ അതിക്രൂരമായി റാഗിങ്ങിന് ഇരയായെന്നും സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മിഹിറിന്റെ അമ്മ പോലീസിന് കൈമാറിയ പരാതിയിലാണ് ക്രൂരമായ റാഗിങ്ങിനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം അറിയിച്ചു. എന്നാൽ ആരോപണം തെറ്റാണെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. റാഗിംഗ് നേരിടേണ്ടി വന്നതായി മിഹിർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും സ്കൂളിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്നും സ്കൂൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മിഹിറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ മാസം 15-ാം തീയതിയാണ് മിഹിറിനെ ഫ്ളാറ്റിൽ നിന്നും ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി.